245 എന്ന നമ്പർ ആറ്റിങ്ങലിൽ നിന്നും ഏറ്റവും ഒടുവിലായി വരികയാണ്. ഏറ്റവും ഉദ്യോഗഭരിതമായ തെരഞ്ഞെടുപ്പ് നിമിഷങ്ങളിലൂടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നിമിഷത്തിൽ നമ്മൾ കടന്നുപോകുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ്. ഏറ്റവും അവസാന നിമിഷം അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ അടൂർ പ്രകാശും ബിജോയും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ ഫോട്ടോ ഫിനിഷിലേക്ക് ആ മണ്ഡലം മാറുമ്പോൾ 245 എന്ന നമ്പറിലേക്ക് അടൂർ പ്രകാശ് എത്തുന്നു. എന്താണ് ആരാണ് വിജയിച്ചത്? തീർച്ചയായും ഞാൻ ഇപ്പോഴും ഒന്നും പറയുവാൻ സാധിക്കുന്നില്ല. കാരണം അവസാനഘട്ടം ആറ്റിങ്ങലിലെ കഴിഞ്ഞിട്ടിരുമ്പോൾ ഫലം ഉടൻ വരും എന്നുള്ളതാണ് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. കാരണം 1708 എന്നുള്ള കണക്കിൽ നിന്നും 845 അടൂർ പ്രകാശ് വീണ്ടും താഴേക്കെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു മാറ്റം വലിയ രീതിയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. ബിജോയ്ക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ അന്തിമ ഫലം വരുന്നതായിട്ട് ഇവിടെ കൗണ്ടിംഗ് സെന്ററിൽ, അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ വലിയ തോതിൽ UDF പ്രവർത്തകരുടെ വിജയാഹ്ലാദം കൂടിയാണ് ഈ കൗണ്ടിംഗ് സെന്ററിന് മുന്നിൽ കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ കൗണ്ടിംഗ് ആണ് ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ചും രാവിലെ 8 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ, അതായത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ഈ രീതിയിൽ അടൂർ പ്രകാശിൻ ആദ്യഘട്ടത്തിൽ ബിജോയാണ് മുന്നിട്ട് നിന്നതെങ്കിൽ അതിനുശേഷം EVM മെഷീനുകൾ എണ്ണി തുടങ്ങിയപ്പോൾ അത് പിന്നീട് കണ്ടത് ഓരോ നിമിഷങ്ങളിലും മാറി മറിയുന്ന കണക്കുകളാണ്. കാരണം അടൂർ പ്രകാശിനോ ബിജോയ്ക്കോ നിലനിർത്താൻ ഇതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബിജോ ഇടയ്ക്ക് നടത്തിയ മുന്നേറ്റം, അതായത് 5000 വോട്ടിലധികം ലീഡിലേക്ക് തന്നെ ഇടത് ക്യാമ്പിനെ ആഹ്ലാദത്തിലാക്കിയിരുന്നു. ഇടത് ക്യാമ്പിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം നാം കണ്ടത് 1000-ലേക്ക് ആ ലീഡ് താഴ്ന്നു എന്നതായിരുന്നു. തന്നെ ബിജോയും അടൂർ വരുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചതും അതിന്റെ അവസാന ഘട്ടത്തിലും നമുക്കത് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഏതായാലും ഇപ്പോൾ അടൂർ പ്രകാശ് വിജയത്തിനരികെ എന്നുള്ളത് തന്നെയാണ്. അടൂർ പ്രകാശിന് ഇനിയിപ്പോൾ ഏതായാലും ബിജോയ്ക്ക് ഒരു മുന്നേറ്റം ഈ ഒരു ഘട്ടത്തിൽ, അവസാന ഘട്ടത്തിൽ നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ വോട്ടുകൾ കൃത്യമായും ആറ്റിങ്ങൽ മണ്ഡലത്തിലേത് പൂർണ്ണമായി എണ്ണി തീർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനമാണ് വരേണ്ടത്. ഏതായാലും ഉടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വിഷയമുണ്ട്. അത് NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി മുരളീധരന്റെ കാര്യമാണ്. കാരണം ബി മുരളീധരൻ ഈ 2 സ്ഥാനാർത്ഥികൾക്കുമൊപ്പം അടൂർ പ്രകാശിനും ബിജോയ്ക്കുമൊപ്പം 3 ലക്ഷത്തിൽ അധികം വോട്ടുകൾ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ മത്സരത്തെ ഇത്രത്തോളം ടൈറ്റാക്കിയത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കൂട്ടിച്ചേർക്കാനുള്ളത് 1708 വോട്ടുകൾക്ക് അടൂർ പ്രകാശ് വിജയിച്ചു എന്നുള്ളതാണ്. അടൂർ പ്രകാശിന്റെ വിജയം ഔദ്യോഗികമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 2ാം തവണയും അദ്ദേഹം ഘട്ടത്തിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. വാശിയേറിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം, ഫോട്ടോ ഫിനിഷിലെത്തിയ ഒരു വിജയം, അതാണ് അടൂർ പ്രകാശിന്. കാരണം ബിജോയെ ഒരു ഘട്ടത്തിലും നമുക്ക് താഴ്ത്തി പറയാൻ സാധിക്കില്ല. കാരണം അത്രത്തോളം ആവേശകരമായിട്ടുള്ളൊരു പോരാട്ടമാണ്. ആവേശത്തോടെ പോരാടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു പരാജയത്തിലേക്ക് എത്തിയത് പോലും പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടോ? അടൂർ പ്രകാശിനെ തുണച്ചത് പൂവച്ചിലും കുറ്റിച്ചിലും ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന റൗണ്ടിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അവിടെ നിർണായകമായത്? ഷീജ, തീർച്ചയായും ഏതായാലും ഫോട്ടോ ഫിനിഷിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിജയം എത്തിയത്. ഷീജ തുടരുക. 1708 വോട്ടിന് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരിക്കുകയാണ്.